ആക്ച്വലി ഞാൻ ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തിരുന്നു. അത് എപ്പോഴാണ് ട്രേഡ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ 5 മിനിറ്റ് ക്യാൻഡിൽ ഇവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് അത് നെക്സ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഇവിടുത്തെ ഈ വലിയ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ട്രേഡ് എടുത്തത്. അടുത്ത ക്യാൻഡിൽ ഇത് താഴേക്ക് വന്നിട്ട് എനിക്ക് ഇത് പെട്ടെന്ന് ഇവിടുന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് ഇവിടുന്ന് പെട്ടെന്ന് ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇവിടുന്ന് തന്നെ പെട്ടെന്ന് ഇത് റിജക്ഷൻ കാണിക്കുന്ന കണ്ടു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്തു. അത് ഹോൾഡ് ചെയ്യാൻ ഞാൻ നോക്കിയില്ല. കാരണം ഇവിടുന്ന് ഈ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടുന്ന് കുറേ നേരം റിജക്ഷൻ കാണിച്ചു. സോ അതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്തു. ജസ്റ്റ് $5 പ്രോഫിറ്റിലാണ് ഞാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് $5 ഇതിൽ ഞാനത് ബുക്ക് ചെയ്തു. കാരണം ഞാൻ ഹോൾഡ് ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് റിജക്ഷൻ കാണിക്കാൻ തുടങ്ങി. സോ അതുകൊണ്ടാണ് ഞാനത് ക്ലോസ് ചെയ്തത്. ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് സംഭവിക്കണമായിരുന്നു. ഇത് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് സംഭവിക്കണമായിരുന്നു. അത് ഇപ്പോൾ ഈ ക്യാൻഡിൽ കണ്ടില്ലേ, ഈ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ ഇത് പെട്ടെന്ന് സ്പീഡ് ബ്രേക്ക് ഔട്ട് ആവണം. സോ അതാണ് ഞാൻ ഈ ക്യാൻഡിലിൽ പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ഈ ക്യാൻഡിലിൽ ഇതിനു മുമ്പുള്ള ക്യാൻഡിലിൽ എനിക്ക് ഈ ഒരു മൊമെൻറ്റം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലോസ് ചെയ്തത്. ഇനി എന്തായാലും എനിക്ക് ഈ ട്രേഡിൽ കയറാൻ സാധിക്കില്ല. കാരണം ഇനി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്ക് റിസ്ക് ഭയങ്കര കൂടുതലാവും. അതുകൊണ്ട് ഇനി ഞാൻ കയറത്തില്ല. ഇനി ഞാൻ വെയിറ്റ് ചെയ്യും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. സോ ഈ ക്യാൻഡിൽ കാണിക്കുന്ന മൊമെൻറ്റമാണ് ഞാൻ ഇതിനു മുമ്പുള്ള പ്രീവിയസ് ക്യാൻഡിൽ എക്സ്പെക്റ്റ് ചെയ്ത് ആ ക്യാൻഡിലേക്ക് അത് തന്നില്ല. അതുകൊണ്ട് ഞാനത് എക്സിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ ക്യാൻഡിലിന് നല്ല മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ ട്രേഡിൽ എൻ്റർ ആവത്തില്ല, വെയിറ്റ് ചെയ്യും.